ഞങ്ങൾ കോഴിക്കോട് 2 ദിവസം മുമ്പ് SM സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ വെച്ചെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഞങ്ങൾ വരിയോര കച്ചവടക്കാരുടെ അടുത്താണ് കയറിയത്. ഇത് ബനിയൻ്റെ കളക്ഷനാണ്. നല്ല ക്വാളിറ്റിയും ഉള്ള നല്ല സൂപ്പർ ബനിയനാണ്. നല്ല കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ബനിയന് 150 രൂപ ഒരു വില പറഞ്ഞാൽ, പക്ഷെ നമുക്ക് വില പേശി എടുക്കാം. 100 രൂപയ്ക്കൊക്കെ ഒരു തരും. അപ്പോൾ ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല. വേറെ ഒന്നുമല്ല, ബനിയൻ അങ്ങനെ വലുതായിട്ട് ഇവിടെ യൂസ് ചെയ്യാറില്ല, ടീഷർട്ടൊക്കെ, അതുകൊണ്ടാണ് വാങ്ങുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി തോന്നിയായിരുന്നു. 100 രൂപ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ കയറിയത് ഈ ബാഗില്ലേ, ബാഗിൻ്റെ കളക്ഷനാണ്. ഇതാണെങ്കിൽ 100 രൂപ മുതലുള്ള ബാഗുകളാണ്. ഇതൊക്കെ 200 രൂപ ടൈപ്പ് ബാഗുകളാണ്. 150 രൂപേൻ്റെ ബാഗും ഉണ്ട് ഇതിൽ. പിന്നെ ഞങ്ങൾ ചെന്നത് ഏതെടുത്താലും 25 രൂപ മുതലുള്ള തുണിക്കടയിലേക്കാണ്. ഇവിടെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് മുതൽ വലിയ ആൾക്കാരുടെ ഡ്രസ്സ് വരെ കളക്ഷനുകളുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഫ്രണ്ട് ഇട്ടേക്കണ ഈ ജേഴ്സി ടൈപ്പുള്ള ഷോർട്സ് ഇല്ലേ, അതിനൊക്കെ ആണെങ്കിൽ വരുന്ന വില 20 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്സാണ് ഇതൊക്കെ. ഞങ്ങളത് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഷോർട്സാണ്, ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഇതിൽ ഏതെടുത്താലും നമുക്ക് 25 രൂപയാണ് ഈ ബനിയന്. ഇത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബനിയനാണ്. ബനിയനും ഷോർട്സും കൂടെ 25 രൂപ വരുന്നത്. അതിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉണ്ട് ഇങ്ങനെ, ഓരോരുത്തർ എടുക്കുന്നുണ്ട്, ഇങ്ങനെ വന്ന് എടുക്കണമുണ്ട്. പിന്നെ ഈ തോർത്തൊക്കെ ഇല്ലേ, അതിനൊക്കെ 20 രൂപയാണ് വില വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തോർത്താണ്. ഈ തോർത്തില്ലേ, ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയായിരുന്നു. ബാക്കിയുള്ള തോർത്തിനേക്കാളും അത് അത്യാവശ്യം നല്ല വൃത്തിയും ക്വാളിറ്റിയൊക്കെ തോന്നിയായിരുന്നു. ഈ കാണുന്നതിനൊക്കെ 25 രൂപയാണ്. ഇതിൽ ഏതെടുത്താലും 25 രൂപയാണ്. പിന്നെ കുട്ടികളുടെ ട്രാക്ക്, ഷോർട്സ്, 3/4. പിന്നെ വരുന്നത് ഈ ജോക്കിയുടെയൊക്കെ ഇന്നർ വെയർ ഇല്ലേ, അതിനൊക്കെയാണെങ്കിൽ 20 രൂപ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ മോനിക്ക് ഞാൻ 4 ജോക്കിൻ്റെ ഇന്നർ വെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ലാഭമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ബനിയന് അതൊക്കെ 20 രൂപയാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഈ കാണണ കർച്ചീഫില്ലേ, അതിന് 5 രൂപ സ്റ്റാർട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ 5ൻ്റെ ഞാൻ 4 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 10ൻ്റെ 4 അങ്ങനെയാണ് എടുത്തത്. ഒക്കെ നല്ല വിലക്കുറവായിട്ട് തോന്നി. കുട്ടികളുടെ ഫ്രോക്ക് അതിനൊക്കെ 20 രൂപ റേറ്റേ വരുന്നുള്ളൂ. 30 രൂപ 20 രൂപ റേറ്റാണ് വരുന്നത്. ഇത് കുഞ്ഞു കുട്ടികളുടെ ഷോക്സ് ഇല്ലേ, അതിനൊക്കെ 30 രൂപയാണ് വരുന്നത്. പിന്നെ ഈ പില്ലോ കവറില്ലേ, അതൊക്കെ നല്ല ലാഭമായിട്ട് തോന്നി. അത് ഒരു പില്ലോ കവറിന് വരുന്നത് 20 രൂപയാണ്. 2 പില്ലോ കവർ ആകുമ്പോൾ 30 രൂപയ്ക്ക് വരും ജോഡിയൊക്കെ. പിന്നെ കൂടുതൽ വലിയ കച്ചവടക്കാരാണ് കൂടുതൽ. അവരുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വിലയൊക്കെ പേശി എടുക്കാൻ പറ്റും. ഈ ബാഗിൽ അതെനിക്ക് ഒത്തിരി ക്യൂട്ടായിട്ട് തോന്നിയ ബാഗാണ്. പക്ഷേ ഞാൻ ഇത് എടുത്തില്ല. വേറെ ഒന്നുമല്ല, ഇത് സഞ്ചി ടൈപ്പ് പോലെ ആയതുകൊണ്ട് ഹസ്ബൻഡിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്കിത് എടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് 150 രൂപയായിരുന്നു റേറ്റ്. പിന്നെ ഈ കാണുന്ന ബാഗിനൊക്കെ 100 രൂപ സ്റ്റാർട്ടിങ് മുതലാണ് തുടങ്ങുന്നത്. ആ ചെറിയ ബാഗിൽ അതിനൊക്കെ 100 രൂപ, 150 രൂപ, 200 രൂപ ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ ഈ ഷർട്ടില്ലേ, അതിലേത് ഷർട്ട് എടുത്താലും 200 രൂപ ആ റേഞ്ചാണ് വരുന്നത്. ഞങ്ങളന്ന് പോയപ്പോൾ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അതിന് നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നി. സൺഡേ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഷർട്ടില്ലേ, അത് ജീൻസിൻ്റെ, അതിനൊക്കെ 200 രൂപ റേഞ്ച്. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം, ഏത് ഡ്രസ്സ് എടുത്താലും നമ്മൾ നോക്കിയെടുക്കണം. ഈ ഷർട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഹസ്ബൻഡിന് വേണ്ടി നോക്കിയാണ്. അപ്പോൾ ഹസ്ബൻഡിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നുമല്ല, നോക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അത് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല ശരിക്കും. ഞാൻ വേറെ കടയിൽ നിന്നൊരു ഷർട്ട് എടുത്തായിരുന്നു. അത് 250 രൂപയുടെ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഷർട്ടായിട്ട് തോന്നിയായിരുന്നു. ടീഷർട്ടും എല്ലാം ഉണ്ട് മൂപ്പറെടുത്ത്. അപ്പോൾ നമ്മൾ വില പേശി എടുക്കണം. നമ്മൾ വില റേറ്റൊക്കെ കുറച്ച് 2 ഷർട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. 300 രൂപ അങ്ങനെയൊക്കെ റേറ്റ് കുറച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഈ കാണുന്ന വാച്ചൊക്കെ സ്റ്റാർട്ടിങ് 50, 100 റേഞ്ചാണ് വരുന്നത്. 100 രൂപ വാച്ചാണ് ഇരിക്കുന്നതൊക്കെ. പിന്നെ കുട്ടികളുടെ വാച്ചിനൊക്കെ വരുന്നത് 50 രൂപ റേഞ്ച് സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ എല്ലാം നോക്കിയെടുക്കണം. പിന്നെ വില പേശി നമുക്ക് എടുക്കാം. മിഠായിത്തരുവല്ല, അറിയാവുന്നതല്ലേ. അപ്പോൾ പോയവർക്കറിയാം വില പേശി എടുക്കുന്നുള്ളതെല്ലാം. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വാച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നോക്കിയൊക്കെ എടുത്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഗോൾഡൻ കളർ വാച്ചില്ലേ, അതിന് 200 രൂപയായിരുന്നു റേഞ്ച് വരുന്നത്. അതാ പറഞ്ഞത്, നമുക്കിപ്പോൾ കുറേ വാച്ചിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. ഈ കുട്ടിയുടെ വാച്ചിനൊക്കെ പിന്നെ നമുക്ക് സീറ്റ്സൊക്കെ വാങ്ങിക്കണമെന്ന് വേണമെങ്കിൽ കോഴിക്കോടെന്നുള്ള ഈ കടയ്ക്ക് ഇവിടെ ഇച്ചിരി അത്യാവശ്യം ഫേമസ് കൈരളി സീറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാം നല്ല വിലക്കുറവിനാണ് കൊടുക്കണതൊക്കെ. ഈ ഹൽവയൊക്കെ നല്ല വിലക്കുറവിനാണ്. ഇവരുടെ അടുത്ത് തന്നെ കുറേ വെറൈറ്റികളുണ്ട്. പച്ചമുളകിൻ്റെ വെറൈറ്റി, ചക്ക ഹൽവ, കുറേ വെറൈറ്റി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന വെറൈറ്റികളൊക്കെ ഉണ്ട് ഇവിടെ.
ഈത്തപ്പഴം ഹൽവ അതൊക്കെ ഉണ്ട്. ഈ പച്ചമുളകിൻ്റെയൊക്കെ ഞാൻ അത് കഴിച്ച് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മധുരം തന്നെയാണ്, ഒത്തിരി എരിവൊന്നും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ബീട്രൂട്ട് ഹൽവ, കുറേ വെറൈറ്റി ഹൽവകൾ ഇവരുടെ അടുത്തുണ്ടായിരുന്നു, സ്വീറ്റ്സ്. പിന്നെ ഇവർക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തായിരുന്നു. എല്ലാ സ്വീറ്റ്സും ഒരു ബോക്സിൽ തന്നെ സാമ്പിളായിട്ട് നമുക്ക് തരുന്നതാണ്. നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നിയായിരുന്നു. എല്ലായിടത്തേക്കാളും നല്ല ഹൈജീനിക്കായിട്ടും ഓരുടെ ഗോഡൗൺ തന്നെ എടുത്തിട്ടുണ്ടെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു. അവർ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലാഭമായിട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നെ അവരുടെ വിസിറ്റിംഗ് കാർഡാണ് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, കൈരളി സൈസിൻ്റെ. പിന്നെ ഇത് അടുത്താണെങ്കിൽ ഷോപ്പ് കാലിയാക്കുന്നെന്ന് പറഞ്ഞ് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഒരു തുണിക്കടയുണ്ട്. ഇവിടെയൊക്കെ അടുത്ത് ഇങ്ങനെ കുറേ ഷോപ്പുകൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോയി ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിന് എടുക്കാം. ഈ കാണുന്ന ഈ ടോപ്പൊക്കെ ഈ ആലിയക്കട്ടിൻ്റെ ഇതിന് 200 രൂപ റേഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഗ്രീൻ കളറിലെ ആലിയക്കട്ടിൻ്റെ ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ടോപ്പൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ കളറായിരുന്നു. മൂപ്പര് പറഞ്ഞ് ഗ്രീൻ കളർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതാണ് ലാസ്റ്റ് എടുത്തത്. കുറേ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു. ഈ ആലിയക്കട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളക്ഷനാണ്. 200 രൂപ നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല, നല്ല ലാഭമായിട്ട് തോന്നി, നല്ല വർത്തായിട്ട് തോന്നി. ഏതെടുത്താലും 200. പിന്നെ നമുക്ക് വില വേഷം 3 എണ്ണമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വില കുറച്ച് 500 ആ റേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എടുക്കണം 3, 4 ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അവർ റേറ്റൊക്കെ കുറച്ച് തരുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ കടയിൽ. പിന്നെ കൂടുതൽ ആൾക്കാരും എടുക്കുന്നുമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ചുരിദാറായതുകൊണ്ട് നല്ല കട്ടിയും നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെ, മെറ്റീരിയൽസ്. അതുകൊണ്ട് എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഗേൾസിന് അറിയാമല്ലോ കണ്ടാൽ തന്നെ. നമ്മളല്ലാതെ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവുന്നുണ്ട്. ആ ചെക്കൻ്റെ കയ്യിലിരിക്കുന്ന ആ ഡ്രസ്സിൽ അതിനൊക്കെ 150 രൂപ റേഞ്ചായിരുന്നു. ഈ ഡ്രസ്സിനൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ 150 രൂപ റേഞ്ചും ആലിയക്കട്ടിൻ്റെ വരുന്നത് 200 രൂപ റേഞ്ചുമാണ്. അങ്ങനെ ലെഗിൻസിൻ്റെ പാൻറ്റ് അത് 70 രൂപ 50 രൂപ റേഞ്ചായിരുന്നു. ഇതാണെങ്കിൽ 3 എണ്ണം 200 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ലെഗിൻസ് ആയിരുന്നു. ഒക്കെ നല്ല ലാഭമായിട്ട് തോന്നിയായിരുന്നു. ഗേൾസിനൊക്കെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇങ്ങനെ മിഠായി തെരുവിൽ വന്നാൽ നമ്മൾ കുറച്ച് പൈസയായിട്ട് വന്നാൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് എടുക്കാം. അങ്ങനെ ലോങ് ടോപ്പിനൊക്കെ വരുന്നത് 350 രൂപ റേഞ്ചാണ്. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോയുടെ ഒരു പ്രചോദനം വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.